എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്ട്സ്, സ്കോപ്പ്, ലിമിറ്റേഷൻസ്, ഇത്തരം കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ തുടർന്ന് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് in which every transaction have two aspects, that is debit and credit aspect or receiving aspect and giving aspect. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലൊരു ആസ്പെക്റ്റ് ഡെബിറ്റ് ആസ്പെക്റ്റും മറ്റേത് ക്രെഡിറ്റ് ആസ്പെക്റ്റും. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ റിസീവിങ് ആസ്പെക്റ്റും അതേപോലെ ഗിവിങ് ആസ്പെക്റ്റും. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലൂക്ക പാസിയോളിയാണ്. അദ്ദേഹം ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് ഇവിടെ കാണാൻ പറ്റും. ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ബോത്ത് ആസ്പെക്ട്സ് ഓഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസിൻ്റെ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റിൽ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഡെബിറ്റ് ബാലൻസസും ക്രെഡിറ്റ് ബാലൻസ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട്, ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ട്രാൻസാക്ഷനും എന്ത് ചെയ്യുന്നത്, രണ്ട് ആസ്പെക്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെബിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് എന്നുള്ള വേർഡ് ഡെറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള ഡെബിറ്റം എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡെബിറ്റ് എന്നുള്ളത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ഡെബിറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഫോർ ദാറ്റ് എന്നുള്ളതാണ് അതിന് മീനിങ്, ഡ്യൂ ഫോർ ദാറ്റ്. അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് മീൻസ് റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഡെബിറ്റ് മീൻസ് റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ. ഇനി അടുത്ത വേർഡാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായ ക്രെഡർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ക്രെഡിറ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ക്രെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദാറ്റ് എന്നുള്ളതാണ് ക്രെഡർ എന്നുള്ള ലാറ്റിൻ വേർഡിൻ്റെ മീനിങ്. സോ അത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് മീൻസ് ഗിവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷനാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷനാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ്റെയും കംപ്ലീറ്റ് റെക്കോർഡ് നമുക്കിതിലൂടെ എക്സ്റ്റേണൽ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ട്രാൻസാക്ഷൻ ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷനെയും നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് നമുക്ക് അതിൻ്റെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇവിടെ എന്താ ഒരു സയൻറ്റിഫിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ
ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം എ ടോട്ടൽ ഡെബിറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. എത്രയാണ് ടോട്ടൽ ഡെബിറ്റ് അത്ര തന്നെ ആയിരിക്കും ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ക്രെഡിറ്റും ടോട്ടൽ ഡെബിറ്റും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ആവുന്നതിലൂടെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, with the help of a trial balance a trader can prepare trading and profit and loss account. അതേപോലെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു കമ്പനിക്ക് അതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യും, ആ കമ്പനീൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ കമ്പനിക്ക് അതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനും അതിലൂടെ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാൻസസ് ഓഫ് ഫ്രോഡ് ആർ മിനിമൈസ്ഡ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫ്രോഡിനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ 2 തവണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, 2 അക്കൗണ്ടിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സേഫും സെക്യൂറാണ് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it is possible to judge the progress of the business by comparing the results of the previous year with those of the current year. അത് മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം വെച്ചിട്ട് കമ്പനീൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് എത്രമാത്രം പ്രോഗ്രസ് കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് വെച്ചാൽ കറൻറ്റ് ഇയർ പെർഫോമൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പെർഫോമൻസും കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു കമ്പനീൻ്റെ പ്രോഗ്രസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കമ്പനീൻ്റെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഡിഫിക്കൽറ്റിയും കൂടാതെ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമുക്ക് എല്ലാ ഇൻഫർമേഷനും എല്ലാ അക്കൗണ്ട്സും എല്ലാ ഡാറ്റയും നമുക്ക് അവൈലബിൾ ആണ്. എന്ത്, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ, അതിന് നമ്മൾ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതും അതോടൊപ്പം തന്നെ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, അതോടൊപ്പം തന്നെ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ആൻസർ ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.